അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന മതത്തിന്റെ തുടക്കം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും പല ആളുകൾക്കും ഉണ്ട്. സത്യത്തിൽ ഇസ്ലാം എന്നത് പ്രകൃതിയുടെ തുടക്കം മുതൽ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ ഉള്ള മതം തന്നെയാണ്. അതിന്റെ ശരീഅത്തുകൾ, അതിന്റെ സഞ്ചാര പാതകൾ, അതിന്റെ നിയമ സംഹിതകൾ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ വിഷയത്തിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിൽ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും ഐക്യകണ്ഠേന ഒരുമിച്ച് ഈ സമൂഹത്തിൽ പഠിപ്പിച്ച വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹു ആണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഇസ്ലാമിന്റെ ജീവൻ, ഇസ്ലാമിന്റെ ആത്മാവ്, അതിന്റെ തുടക്കം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലല്ല, ആദം നബിയുടെ കാലം മുതൽ തന്നെയുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവരിൽ പങ്കാളിയാക്കാൻ പാടില്ല എന്നുള്ളത് ലോകത്ത് ആദ്യമായി പറഞ്ഞ ഇബ്നു തൈമിയ്യ അല്ല, മറിച്ച് ആദം നബിയുടെ കാലം മുതലേ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശമുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 213 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, കാനന്നാസ് ഉമ്മത്തം വാഹിദ, ജനങ്ങളൊക്കെ ഒരൊറ്റ ജനതയായിരുന്നു, ഒറ്റ ജനവിഭാഗമായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനവിഭാഗങ്ങളിലേക്ക് താക്കീതുകാരായി, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി പ്രവാചകന്മാരെ നിയോഗിച്ചു. ജനങ്ങൾ ഭിന്നിക്കുന്ന വിഷയത്തിൽ തർക്കത്തിന് പരിഹാരമായ പ്രവാചകന്മാർക്ക് അള്ളാഹു വേദഗ്രന്ഥങ്ങളും കൊടുത്തു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജനങ്ങളൊക്കെ ഒരൊറ്റ ജനതയായിരുന്നു, അവർക്ക് തർക്കങ്ങളും വിഭാഗീയതയും ഉണ്ടായപ്പോ അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു, താക്കീതുകാരായി, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി. മാത്രമല്ല അവർക്ക് വേദഗ്രന്ഥവും അള്ളാഹു കൊടുത്തു. അപ്പൊ സഹോദരങ്ങളെ, ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത്. അത് മുഹമ്മദ് നബി മുതലല്ല, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നമുക്കത് ചരിത്രത്തിൽ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണം? കാനന്നാസു ഉമ്മത്തൻ വാഹിദ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ബൈന നൂഹിൻ വ ആദമ അശ്റത്തു ഖുറൂൻ, ആദം നബിക്കും നൂഹ് നബിക്കും ഇടയിൽ 10 തലമുറ കഴിഞ്ഞുപോയി. കുല്ലുഹും അലാ ശരീഅത്തി മിനൽ ഹഖ്, ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിൽ തൗഹീദുള്ള 10 തലമുറ കടന്നുപോയി, അവരൊക്കെ ഹക്കിന്റെ പാതയിലായിരുന്നു. ഫഖ്തലഫൂ, അപ്പോഴാണ് ഭിന്നിപ്പുണ്ടായത്. അഥവാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മുമ്പുള്ള തലമുറയിലാണ് ഭിന്നിപ്പ് കടന്നു വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഫബഅസല്ലാഹു നബിയ്യന മുബശ്ശിരീന വമുൻദിരീൻ, അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു. അങ്ങനെ നൂഹ് നബി വന്നു, നൂഹ് നബിക്ക് ശേഷം മറ്റു പ്രവാചകന്മാർ വന്നു, അവർക്ക് സന്മാർഗം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. ഈ പ്രവാചകന്മാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ, പ്രാർത്ഥന യഥാർത്ഥ ദൈവത്തോട് മാത്രമേ പാടുള്ളൂ എന്ന സന്ദേശം പഠിപ്പിച്ചവരാണ്. ആ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലല്ല, ആദം നബിയുടെ കാലം മുതലേ തുടർന്നു പോന്നു, പ്രവാചകന്മാരിലൂടെ തുടർന്നു പോന്നു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ശുദ്ധ വിവരക്കേടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളത് ഇസ്ലാമിന്റെ ജീവനാണ്. അത് മനുഷ്യോൽപത്തി മുതൽ ഇസ്ലാമിന്റെ സന്ദേശം പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദം നബിക്കും നൂഹ് നബിക്കും ഇടയിൽ 10 തലമുറ ആ ശുദ്ധമായ വിശ്വാസത്തിലായിരുന്നു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? അധികം ആളുകളും അള്ളാഹുൽ വിശ്വസിക്കുന്നു, പക്ഷെ അള്ളാഹുൽ പങ്കു ചേർത്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അവരിലാണ് തൗഹീദിന്റെ സന്ദേശവുമായി പ്രവാചകന്മാർ വന്നത്, തൗഹീദിന്റെ സന്ദേശവുമായി പണ്ഡിതന്മാർ വന്നത്. നമ്മൾ മനസ്സിലാക്കണം, പ്രപഞ്ചത്തിന്റെ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ അതുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഇബ്ലീസിന്റെ പ്രമേയമല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രമേയമാണ്. അള്ളാഹുവിന് പുറമെ മഹത്തുക്കളെ വിളിക്കൽ, അള്ളാഹുവിന് പുറമെ മഹാന്മാരെ വിളിക്കൽ, മഹദികളെ വിളിക്കൽ, മറ്റുള്ളവരെ വിളിച്ച് തേടൽ, അതാണ് ഇബ്ലീസിന്റെ പ്രമേയം. അള്ളാഹുവിനെ മാത്രം വിളിക്കുക എന്നുള്ളതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളുടെ പ്രമേയം. അള്ളാഹു ആ നിലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.